എല്ലാവർക്കും മറിയം വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിതൊരു വെറൈറ്റി രസഗുള ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 6 ബ്രെഡ് എടുക്കുന്നുണ്ട്. 6 ബ്രെഡും 4 വശവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള വൈറ്റ് പാർട്ട് മാത്രം എടുക്കാം. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറു ചൂടുള്ള പാലൊഴിച്ചിട്ട് കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഒരു മാവ് പരുവത്തിൽ ആക്കിയെടുക്കാം, ഉരുട്ടിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഒരു ചെറിയ ബൗളിൽ ഇച്ചിരി എണ്ണ എടുത്തിട്ട് കയ്യിൽ തടവിയിട്ട് അതിൽ നിന്ന് ഈ മാവിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഒരുപാട് വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അപ്പുറത്തേക്ക് നിന്നിട്ട് ജസ്റ്റ് ഉരുട്ടിയിട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലൊരു 10 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അതിനെ നാരൊക്കെ കളഞ്ഞ് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് അതിലെ പൂവൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു റെഡ് വൈൻ കളറുള്ളൊരു സിറപ്പ് കിട്ടും. ഇനി നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തിയുടെ ലായനി ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചിട്ട് ആ പഞ്ചസാര സിറപ്പിൻ്റെ പരുവൊക്കെ അറിയാലോ, അപ്പോൾ അതുപോലെ ആക്കിയിട്ട് കുറുക്കിയെടുക്കാം. ചെമ്പരത്തി ജ്യൂസിലുള്ള വൈറ്റമിൻ സി ചർമ്മ സംരക്ഷണത്തിനും മുഖക്കുരു വരാണ്ടിരിക്കാനും ദഹന പ്രശ്നങ്ങൾക്ക് BP കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഈ നമ്മൾ തണുപ്പിച്ച സീറ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ബോൾസിലേക്ക് നന്നായിട്ട് മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ ബ്രെഡിൻ്റെ അകത്തേക്ക്, ആ ബ്രെഡ് ബോൾസിൻ്റെ അകത്തേക്ക് മധുരമൊക്കെ ഇറങ്ങി ആ കളറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എല്ലാവരും സിമ്പിൾ മെത്തേഡാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.